നിങ്ങൾക്കറിയാമോ, ലോകം കണ്ട മഹാനായ ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ല ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 3, 6, 9 എന്നീ അക്കങ്ങളുടെ പ്രാധാന്യം അറിയാമെങ്കിൽ പ്രപഞ്ചത്തിന്റെ താക്കോൽ നിങ്ങളുടെ കൈവശമുണ്ട് എന്ന്. എന്തായിരിക്കും ഈ അക്കങ്ങളുടെ രഹസ്യം? ഈ അക്കങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൺഡേ മിറക്കിൾ ചാനൽ. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ സീരീസിലെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് ഇന്ന്. ലോകമെമ്പാടും വൈറലായ ദശലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ച 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് വെറുമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് മാത്തമാറ്റിക്സും ലോ ഓഫ് റെപ്പിറ്റേഷനും ചേർന്ന ഒന്നാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെ നിൽക്കുക, കാരണം ഈ രീതി എങ്ങനെ ശാസ്ത്രീയമായി ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് ഈ 369 അക്കങ്ങളുടെ പ്രത്യേകത. ഗണിതശാസ്ത്രപരമായി നോക്കിയാൽ പ്രപഞ്ചത്തിലെ എല്ലാ ഡിസൈനുകളിലും ഈ അക്കങ്ങൾ ഒരു പ്രത്യേക പാറ്റേൺ പിന്തുടരുന്നത് കാണാം. ഒരു സർക്കിൾ 360 ഡിഗ്രിയാണ്, അതിനെ പകുതിയാക്കിയാൽ 180 ഡിഗ്രി. ഇങ്ങനെ ഈ അക്കങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഇതാണ്: 3 തവണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, 6 തവണ ഉച്ചയ്ക്ക്, 9 തവണ രാത്രി ഉറങ്ങുന്നതിന് മുൻപ്. നിങ്ങളുടെ ആഗ്രഹം വർത്തമാനകാലത്തിൽ എഴുതുന്ന ഒരു രീതിയാണ് ഇത്. പക്ഷേ ഇത് വെറുതെ എഴുതുകയല്ല വേണ്ടത്, അതിന് പിന്നിൽ ചില പ്രധാന ടെക്നിക്കുകളുണ്ട്. 1. ആഗ്രഹം നിശ്ചയിക്കുക. ആദ്യം വേണ്ടത് 17 സെക്കൻഡ് നിയമം മനസ്സിലാക്കുക എന്നതാണ്. ഒരു ചിന്തയിൽ 17 സെക്കൻഡ് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് മാനിഫെസ്റ്റേഷൻ പ്രക്രിയ ആരംഭിക്കുമെന്ന. അതുകൊണ്ട് നിങ്ങൾ എഴുതുന്ന വരി ചുരുങ്ങിയത് 17 സെക്കൻഡ് കൊണ്ട് എഴുതി തീർക്കാവുന്ന ഒന്നായിരിക്കണം. ഉദാഹരണത്തിന്, ധാരാളം പണം എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ഇത് എഴുതുമ്പോൾ ആ വികാരം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. 2. പ്രായോഗിക രീതി. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 1. രാവിലെ 3 തവണ. ഉറക്കമുണർന്ന ഉടനെ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം 3 തവണ ഒരു ഡയറിയിൽ എഴുതുക. 2. ഉച്ചയ്ക്ക് 6 തവണ. തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഇത് സഹായിക്കും. ഇത് 6 തവണ എഴുതുക. രാത്രി 9 തവണ. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവ് ആകുന്ന സമയത്ത് 9 തവണ എഴുതുക. ഇവിടെ എഴുതുക എന്നത് കേവലം ഒരു ശാരീരിക പ്രവൃത്തിയല്ല. ഓരോ തവണ എഴുതുമ്പോഴും ആ ലക്ഷ്യം നടന്നു കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് ഈ റെപ്പിറ്റേഷൻ ഗുണം ചെയ്യുന്നത്? ന്യൂറോ സയൻസ് പ്രകാരം ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേസ് ബലപ്പെടും. ഇത് നിങ്ങളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അതായത് RASനെ ആക്റ്റീവ് ആക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ റോഡിലെ അടയാളങ്ങൾ പോലെ നിങ്ങൾക്ക് മുന്നിൽ തെളിയാൻ തുടങ്ങുകയും ചെയ്യും. ഈ 369 മെത്തേഡ് ഒരു വ്രതം പോലെ 33 ദിവസമോ 45 ദിവസമോ തുടർച്ചയായി ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. വിശ്വാസത്തോടെ തുടങ്ങുക, ഫലം ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ സീരീസിലെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ മനസ്സിനെ ഒരു മാഗ്നറ്റ് പോലെ മാറ്റാൻ സഹായിക്കുന്ന ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. പോസിറ്റീവ് ആയിരിക്കുക, സ്വപ്നങ്ങൾ നേടിയെടുക്കുക. ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.